എൻ്റെ പേര് ജയരാജ് മേനോൻ, വൈഫ് വിനീത, മകള് പാർവതി. ഞങ്ങളുടെ സ്വദേശം തൃപ്പൂണിത്തുറയാണ്. ഈ വീട് ഞങ്ങൾ വച്ചിരിക്കുന്നത് തേവരക്കാവ് ക്ഷേത്രത്തിനടുത്ത്. ഞങ്ങൾ കൃത്യം 1 വർഷം മുമ്പാണ് ഒരു വീട് പണിയണമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഏകദേശം ഇതേ സമയം തന്നെ ഞങ്ങൾ ഒറൻസായി ബിൽഡേഴ്സിനെ അപ്രോച്ച് ചെയ്യുകയും ഒറൻസായി ബിൽഡേഴ്സിനെ സത്യത്തിൽ പരിചയപ്പെട്ടത് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നത്. കാരണം ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ അജയ് ശങ്കർ ത്രൂ ആണ് നമ്മുടെ കൃഷ്ണകുമാറിനെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചത്. ഞങ്ങൾ ശരിക്കും ബഹ്റിനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ തന്നെയായിരുന്നു വൈഫ് വിനീതയും പാർവതിയും. ഞങ്ങൾ അവിടെ ഇരുന്നു കൊണ്ടാണ് വീട് പണി എന്നുള്ള ആശയത്തിലേക്ക് ഇറങ്ങിയത്. പിന്നെ ഒരു ദിവസം ഞാൻ കൃഷ്ണകുമാറിൻ്റെ ടെലിഫോൺ നമ്പർ അജയ് ശങ്കറിൻ്റെ നിന്ന് മേടിച്ച് കൃഷ്ണകുമാറിനെ വിളിച്ച് ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃഷ്ണകുമാറിനോട് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു ഫോൺ വഴി. പിന്നീട് എല്ലാം വളരെ വേഗത്തിലായിരുന്നു എന്ന് വേണം പറയാൻ. ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ കൃഷ്ണകുമാർ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുകയും പിന്നീടുള്ളതെല്ലാം വളരെ ഫാസ്റ്റായിട്ടായിരുന്നു. ഞങ്ങൾ വീട് പണിതപ്പോൾ ഞങ്ങളുടെ ഒരു ചലഞ്ച് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഒരിക്കലും ഒരു 2 നില ബിൽഡിംഗ് താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്കോ വൈഫിനോ ഇവൻ മകൾക്ക് പോലും ഒരു 2 നില ബിൽഡിങ്ങിൻ്റെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ 1 നില ബിൽഡിങ്ങിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കാം എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് കൃഷ്ണകുമാറായിട്ട് ടെലിഫോൺ വഴി ബന്ധപ്പെടുകയും ഞങ്ങൾ സൂം മീറ്റിങ്ങും മറ്റു പല മീഡിയം വെച്ച് ഞങ്ങൾ മീറ്റിംഗ് നടത്തുകയും ഒരു ഡിസൈൻ ഞങ്ങൾ ചർച്ച ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. മകൾക്ക് കയറി വരാനുള്ള റാമ്പ് ഉൾപ്പെടെ കോർണർ ഗേറ്റ് ഉൾപ്പെടെ കൂടുതൽ ഞങ്ങൾക്ക് വൈറ്റിനോടായിരുന്നു താല്പര്യം. വൈറ്റും ബ്ലൂവും ചേർന്ന ഒരു കോമ്പിനേഷനോടായിരുന്നു ഞങ്ങൾക്ക് താല്പര്യം. അതിൻ്റെ ചുവട് പിടിച്ച് ഡിസ്കഷൻസ് മുന്നോട്ട് പോയി. മാക്സിമം സ്ഥലം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പുറത്ത് സ്ഥലം കുറവാണെങ്കിലും വീടിനകത്ത് സ്ഥലം മാക്സിമം കിട്ടത്തക്ക രീതിയിൽ വീടിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ സ്ട്രക്ചറൽ ലെവലൊക്കെ വളരെ ഫാസ്റ്റായിട്ട്, ഞങ്ങൾ പോലും അതിശയപ്പെടുന്ന രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് സ്ട്രക്ചർ തീർന്ന് ഇൻറ്റീരിയർ ആണെങ്കിലും ഈ പറഞ്ഞ സമയം കൊണ്ട് ഏകദേശം 1 വർഷം തീരുന്നതിന് മുമ്പ് വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് അടക്കം എല്ലാം കഴിഞ്ഞ് 11 മാസം കൊണ്ട് എല്ലാ പണിയും തീർന്ന് ഞങ്ങൾ താമസം തുടങ്ങി എന്നുള്ളതാണ് സത്യം. പിന്നീട് ഓപ്പൺ കിച്ചണാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓപ്പൺ കിച്ചൺ ചൂസ് ചെയ്തത്. ഇത്ര ചെറിയൊരു സ്ഥലപരിമിതി ഉള്ള കാരണം നമുക്ക് ക്യാബിനറ്റ്സൊക്കെ അധികം കിട്ടുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇഷ്ടംപോലെ സാധനങ്ങൾ വയ്ക്കാനുള്ള എല്ലാ സ്പേസും ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. വാർഡ്രോബും ക്യാബിനറ്റ്സും എല്ലാം നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൗസ് വാമിങ്ങിനാണെങ്കിലും വന്നവരെല്ലാം നല്ല കമൻസാണ് ഞങ്ങളോട് പറഞ്ഞത്. എല്ലാവരും പറഞ്ഞത് ക്യൂട്ട് ആൻഡ് എലഗൻ്റ് എന്നാണ് പറഞ്ഞത്. അത്രയും നല്ലൊരു വീടാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ബെഡ്റൂമും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പല പേഴ്സണൽ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് സ്പേസ് ഞങ്ങൾക്ക് വളരെ ആവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാം ഒന്നില്ലെങ്കിൽ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പലതും വോളിൽ ഫിറ്റ് ചെയ്യുക, പലതും വോൾ മൗണ്ടിങ് ആണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. കാരണം ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് ഒരുപാട് സ്പേസ് വേണമായിരുന്നു. ഫർണിച്ചറും ഞങ്ങളങ്ങനെ അമിതമായിട്ട് ലോഡ് ചെയ്തിട്ടില്ല. ഇതെല്ലാം ഞങ്ങൾ ചെയ്തത് കുറച്ച് സ്ഥലത്ത് കൂടുതൽ സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒറൻസായിയെ കുറിച്ചിട്ട് ഞങ്ങൾ പറയുകയാണെങ്കിൽ, വിദേശത്ത് നിന്ന് ഒരു വീട് പണിയുന്നതിൻ്റെ യാതൊരു സ്ട്രെയിനും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്ന് വേണം പറയാൻ. അതിൻ്റെ മെയിൻ കാരണം കൃഷ്ണകുമാറിൻ്റെ ആ ഒരു റെസ്പോൺസാണ്. ഏത് സമയത്ത് വിളിച്ചാലും ക്ഷമയോടെ അദ്ദേഹം ഫോൺ ആൻസർ ചെയ്ത് വളരെ ചെറിയൊരു സംശയമാണെങ്കിൽ കൂടിയും ഏത് തിരക്കിൻ്റെ ഇടയിൽ നിന്നും അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പുള്ളി കാണിച്ച മനസ്സുകൊണ്ടാണ് സത്യത്തിൽ ഞങ്ങൾക്ക് സ്ട്രെയിൻ ഇല്ലാണ്ടിരുന്നത്. ഞാനതിൽ കണ്ടത് ഒരു നല്ലൊരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റാണ്. കാരണം എത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായപ്പോലും ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു തരിക എന്നുള്ളത് വലിയൊരു മനസ്സ് തന്നെയാണ്. അതുകൊണ്ട് കൃഷ്ണകുമാറിൻ്റെ ടീമിലുള്ള എല്ലാവരും ഭയങ്കര സിൻസിയറായിട്ടും എഫിഷ്യൻ്റായിട്ടും കാര്യങ്ങൾ മുന്നോട്ട് പോയതുകൊണ്ട് തന്നെയാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഈ വീടിനെക്കുറിച്ച് ഞങ്ങളുടെ ഫീലിംഗ് ആണെങ്കിലും പുറത്തുനിന്ന് ഗസ്റ്റായിട്ട് വന്നവരുടെ ഫീലിംഗ് ആണെങ്കിലും അവർ ഷെയർ ചെയ്ത ഫീലിംഗ് ആണെങ്കിലും
ഞങ്ങൾ വളരെ ഹാപ്പിയാണ്.